ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി എക്സ്പെരിമെൻ്റ് ആട്ടോ. അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ മഞ്ഞളൊക്കെ കുഴച്ചുകൊണ്ടിരിക്കണം. എന്താണെന്നറിയോ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് പാളിപ്പോയി, പിന്നെയാണ് ശരിയായത്. നമ്മൾ മഞ്ഞളെടുത്ത് പേപ്പറിലോട്ട് തേച്ചിട്ട് സോപ്പ് വെള്ളത്തിൽ വേറൊരു കമ്പ് മുക്കിയിട്ട് അതിനകത്ത് എഴുതുമ്പോൾ കളർ മാറും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് അന്നേരം വർക്കായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ ചെയ്തു, എന്നിട്ട് ശരിയാവണില്ല. എന്നിട്ട് എനിക്ക് അവസാനം ഞാൻ ദേഷ്യം വന്നിട്ടിട്ട് ഇളക്കണമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. ഇളക്കി ഒരു പരിവായി ഞാൻ. എന്നിട്ട് പിന്നെ എഴുതിയിട്ട് ഒരു ഗുണമില്ല. പിന്നെ ഞാൻ ഈ ഒരു മഞ്ഞളുടെ ഇത് ഇങ്ങനെ കോരിയെടുത്ത് ഈ ഒരു സോപ്പ് വെള്ളത്തിലേക്ക് ഇട്ടു. അന്നേരമാണ് മോനെ കളി മാറിയത്. കണ്ട സൈഡിൽ റെഡ് വെള്ളമായത്. അന്നേരം ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി. ഈ ഒരു സർപ്രൈസ് മാറ്റാനായിട്ട് ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ നമുക്ക് വേറൊരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഞാനപ്പോൾ ഈ പേപ്പർ എടുത്ത് ശരിക്കും മടക്കി വെച്ചു. എന്നിട്ട് വേറെ സോപ്പുകളെടുത്ത് അതിനകത്ത് മുക്കാൻ തീരുമാനിച്ചു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മടക്കി മുക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഗൈസ്, നേരത്തെ അടുത്ത സോപ്പ് വെള്ളമായിരുന്നു, ഇത്തവണ ഞാൻ സോപ്പ് പൊടി എടുത്ത്. അതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് കണ്ടോ ഗൈസ്, ഓറഞ്ച് കളർ അല്ല മഞ്ഞ കളറിലിരുന്ന സാധനം റെഡ് കളറായി ഗൈസ്. അതിൻ്റെ ഇടയ്ക്കേക്കടെ ഒരു കൈ വരുന്നത് എൻ്റെ അനിയത്തിയുടെ കേട്ടോ. ആരും വിചാരിക്കരുത് എനിക്ക് 3 കൈയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ കൈയിൻ്റെ അവസ്ഥ നിങ്ങൾ കാണണമായിരുന്നു. എന്തായാലും ബൈ.